ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്ന കാര്യം, അതായത് ഞാൻ ഒരു കണ്ടക്ടറിനെ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഒരു കണ്ടക്ടറിനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സെല്ല് കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ചാർജ് ഇതിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോണുകൾ, ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകൾ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോണുകളുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ആ ഇലക്ട്രോണുകൾ ഒരു സിക്സാഗ് വേയിലൂടെ മൂവ് ചെയ്യുകയും ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് എത്തുകയും ചെയ്യും. മക്കളെ, ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു അല്ലേ? ഇന്ന് അതിൻ്റെ തുടർച്ചയായ കാര്യങ്ങളിലേക്ക് വരാം. എല്ലാവരും റെഡിയല്ലേ? ഇനി നമുക്ക് ബോർഡിലേക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയെ കുറിച്ചാണ്. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്? നമ്മൾ വെലോസിറ്റി ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ട് അല്ലെ? വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം യൂണിറ്റ് സമയത്തിൽ എത്രയാണ് എങ്കിൽ ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്ന കാര്യം, അതായത് ഞാൻ ഒരു കണ്ടക്ടറിനെ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ രണ്ട് എൻഡുകളെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്താൽ, കൺസിഡർ എ കണ്ടക്ടർ which is connected with the terminal of a cell. തീർച്ചയായിട്ടും ഇതിന്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജ് അഥവാ ഈ കണ്ടക്ടറിന്റെ എ എന്ന് പറയുന്ന എൻഡ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നു. ദെൻ നെഗറ്റീവ് എൻഡ് ബി എന്ന് പറയുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിട്ട് മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ചാർജ്, ഫ്ലോ ഓഫ് കറണ്ട് പോസിറ്റീവ് ചാർജിന്റെ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് പോസിറ്റീവ് ചാർജിന്റെ ഫ്ലോ പറയുന്നത്. ബട്ട് യു നോ ദാറ്റ് എന്താണ് മൂവ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ? അപ്പോൾ ഈ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് നമ്മൾ നോക്കിയാൽ നെഗറ്റീവ് സൈഡിൽ നിന്നും ഇലക്ട്രോണുകൾ, അതായത് ഇതൊരു കണ്ടക്ടർ അല്ലേ? ഒരു കണ്ടക്ടറിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കത്തില്ലേ? ഒരു കണ്ടക്ടർ എന്ന് പറയുമ്പോൾ, കണ്ടക്ടർ എന്നുള്ള വേർഡ് തന്നെ പറയുന്നത് എന്താ? ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഉള്ള മെറ്റലുകളെ അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺ ഉള്ള സബ്സ്റ്റൻസിനെ നമുക്ക് കണ്ടക്ടർ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ധാരാളം എന്തുണ്ട്? ഫ്രീ ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഫ്രീ ഇലക്ട്രോണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ടക്ടർ, ഇതിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ഇലക്ട്രോണുകൾ മൂവ് ചെയ്തു വരികയാണ് നല്ല വേഗതയിൽ. വരുന്ന ഇലക്ട്രോൺ, ഇത് കണ്ടക്ടറാണ്, ഇതൊരു മറ്റൊരു കണ്ടക്ടറാണ്, ഇതൊരു കോപ്പർ വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. നല്ല ഫാസ്റ്റ് ആയിട്ട് വരുന്ന ഇലക്ട്രോണുകൾ ഇടിച്ചകത്തേക്ക് കയറുന്നു. അപ്പോൾ വരുന്ന ഇലക്ട്രോൺ അകത്തിരിക്കുന്ന ഇലക്ട്രോണിനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇടികൊള്ളുന്ന ഇലക്ട്രോൺ നേരെ മൂവ് ചെയ്യുന്നു, നെക്സ്റ്റ് ഇലക്ട്രോണിനെ സ്ട്രൈക്ക് ചെയ്യുന്നു, ആ ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോണിനെ സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോണുകൾ ഒരു സിക്സാഗ് വേയിലൂടെ ഇങ്ങനെ ചലിച്ച് ആഫ്റ്റർ സം ടൈംസ് കണ്ടക്ടറിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് എത്തുന്നു. കണ്ടോ ഇവിടെ നടന്ന കാര്യം? അതായത് എൻ്റർ ചെയ്ത ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോണുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ടക്ടറിന്റെ ഒരു എൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യുകയും കണ്ടിന്യൂസ്ലി കൊളീഷൻ നടന്ന് അതിന്റെ മറു എൻഡിലേക്ക് ഇലക്ട്രോണുകൾ എത്തുകയും ചെയ്തു. അങ്ങനെ ഇവിടെ ഈ ഇലക്ട്രോണുകൾ ഏത് എൻഡിൽ നിന്നും ബി എൻഡിൽ നിന്നും എ എൻഡിലേക്ക് മൂവ് ചെയ്യുന്നു. നമുക്കറിയാം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. എന്തിന്റെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡ്. കാരണം സെല്ലിന്റെ പോസിറ്റീവ് ലെഫ്റ്റിലാണ്, നെഗറ്റീവ് റൈറ്റിലാണ്. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് എന്തിന്റെ ഡയറക്ഷൻ? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന എന്താണ്? ഇലക്ട്രിക് ഫീൽഡിന് എഗൻസ്റ്റ് ആയിട്ടാണ്, ഓപ്പോസിറ്റ് ആയിട്ടാണ്. അങ്ങനെ വരുന്ന ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് കൊളീഷൻ നടന്ന് കണ്ടക്ടറിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ എത്തുമ്പോൾ ഒരു സ്മാളസ്റ്റ് വെലോസിറ്റി മാത്രമേ അറ്റൈൻ ചെയ്യുള്ളൂ. കൂടാതെ കൊളീഷൻ ചില സമയത്ത് നടക്കുമ്പോൾ ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ ബാക്ക്വേർഡ് ഡയറക്ഷൻ. വീണ്ടും അടുത്തതിനെ കൊളൈഡ് ചെയ്ത് ഫ്രണ്ടിലേക്ക് വരുന്നു, വീണ്ടും ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യുന്നു, വീണ്ടും ബാക്കിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല, നമ്മളിവിടെ ആവറേജ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി ആണ് എടുക്കുന്നത്. അപ്പൊ ദ സ്മാളസ്റ്റ് ആവറേജ് വെലോസിറ്റി എന്താണ്? ദ സ്മാളസ്റ്റ് ആവറേജ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ ആൻ ഇലക്ട്രോൺ
if it is drifted through a conductor under the influence of electric field, then the velocity is called drift velocity. അല്ലേ? അപ്പൊ എന്താ drift velocity എന്ന് മനസ്സിലായല്ലോ? എന്താ? The smallest average velocity attained by an electron if it is drifted through a conductor under the influence of electric field is called drift velocity. എന്താണ് drift velocity? The smallest average velocity attained by an electron. എങ്ങനെയാ? drifted through a conductor. എപ്പോഴാണ്? under the influence of electric field. അല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന് അഗൻസ്റ്റ് ആയിട്ടാണ് വരുന്ന ഇലക്ട്രോണുകൾ. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ്ലി കൊളീഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും അതിന്റെ വേഗത കുറയുന്നുണ്ടാകും. അങ്ങനെ ഒരു സ്മാളസ്റ്റ് ആവറേജ് വെലോസിറ്റി അറ്റൈൻ ചെയ്തു? ഇലക്ട്രോണുകൾ. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡ്രിഫ്റ്റ് വെലോസിറ്റി? ദ സ്മാളസ്റ്റ് average velocity attained by an electron if it is drifted through a conductor under the influence of electric field is called drift velocity. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു കേൾപ്പിക്കുമല്ലോ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? the smallest average velocity attained by an electron if it is drifted through a conductor under the influence of electric field. അപ്പോൾ ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് v suffix d ആയിട്ട് എടുക്കാം. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് ഡി, വെലോസിറ്റി വി, വി ഡി എന്ന് പറയുന്നു. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും തമ്മിലുണ്ടായിരിക്കുന്ന റിലേഷൻ ഒന്ന് എഴുതാൻ ചോദിക്കും. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ. ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ, ഈ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ. ഇതിലാകെയുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺ എൻ. അതിലൊരു ഇലക്ട്രോൺ ഇ. എന്തൊക്കെ കാര്യങ്ങൾ സാർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്? ഒരു കണ്ടക്ടറിനെ എടുക്കുക, ഇതിന്റെ ലെങ്ത് എൽ ആണ്, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എ ആണ്. ഇതിലാകെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ വാല്യൂ ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ വോളിയം എന്താണ് മക്കളെ? വോളിയം ഓഫ് ദ കണ്ടക്ടർ that is equal to, volume is equal to cross sectional area into length, a into l, that is volume. ഈ വോളിയത്തിൽ ആകെ എത്ര ചാർജ് ഉണ്ട്? ടോട്ടൽ ചാർജ് ഓഫ് ദിസ് വോളിയം, ഈ ഒരു വോളിയത്തിലെ ആകെ ചാർജ്, ദാറ്റ് ഈസ് ഈക്വൽ ടു, ടോട്ടൽ ചാർജ് അല്ലേ വേണ്ടത്? ഏരിയ ഇൻറ്റു ലെങ്ത് എടുത്തപ്പോൾ വോളിയം കിട്ടി. ആ വോളിയത്തിലുള്ള ഒരു നമ്പർ ഓഫ് ഇലക്ട്രോണിനെ എടുത്താൽ ഇ വരും. അതിനകത്ത് n നമ്പർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ n വരും. അപ്പോൾ ALN അല്ലേ? ടോട്ടൽ ചാർജ് ഓഫ് ദിസ് വോളിയം എന്ന് നമുക്ക് കിട്ടി. പഠിക്കാൻ എളുപ്പമല്ലേ? ടോട്ടൽ ലെങ്ത് എന്താണ്? L. ക്രോസ് സെക്ഷൻ ഏരിയ A. നമ്പർ ഓഫ് ഇലക്ട്രോൺ n. ഒരു ഇലക്ട്രോൺ ഇ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ കണ്ടക്ടർ ഏരിയ ഇൻറ്റു ലെങ്ത്. ദെൻ ആ വോളിയത്തിൽ എത്ര ചാർജ് ഉണ്ട്? അലൻ അല്ലേ? ALEN. ഇനി അടുത്ത ചോദ്യം, ഇവിടേക്ക് എത്തിയ ഒരു ഇലക്ട്രോണിന് ഇതിനകത്തൂടെ തുടർച്ചയായിട്ട് ട്രാവൽ ചെയ്ത് ഈ എൻഡിലെത്താൻ, ഏത് എൻഡിലെത്താൻ? ബിയിൽ നിന്ന് തുടങ്ങി എ വരെ എത്താൻ ഇലക്ട്രോണിന് എത്ര സമയം വേണം? എന്ത് വേണം? ഹൗ മച്ച് ടൈം ഈസ് റിക്വയർഡ് ടു മൂവ് ആൻ ഇലക്ട്രോൺ ടു വൺ എൻഡ് ഓഫ് ദ കണ്ടക്ടർ ടു ദ അതർ എൻഡ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ നമുക്ക് പറയാം ടൈം ടേക്കൺ ബൈ ആൻ ഇലക്ട്രോൺ. എന്താണ്? ടൈം ടേക്കൺ ബൈ ആൻ ഇലക്ട്രോൺ. എവിടെ നിന്ന്? to travel from, എവിടെ നിന്നാണ്? one end of the conductor, one end of the conductor, one end of the conductor to എവിടേക്ക്? other end. ശരിയല്ലേ? എന്താ? സമയമെടുക്കുന്നു ആര്? ഇലക്ട്രോൺ. എന്തിന്? കണ്ടക്ടറിന്റെ ഒരു എൻഡ് മുതൽ എവിടെ വരെ? രണ്ടാമത്തെ എൻഡ് വരെ എത്താനായിട്ട് സമയം കണ്ടുപിടിക്കണം നമുക്ക്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. then velocity is equal to displacement by time. അപ്പോൾ ഡിസ്റ്റൻസോ ഡിസ്പ്ലേസ്മെന്റോ എടുക്കണമെങ്കിൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. ശരിയല്ലേ? അതായത് വെലോസിറ്റിയിലാണ് പറയുന്നതെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താ? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ടൈം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ
ടൈം ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. നമുക്കിവിടെ വേണ്ടത് ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. സോ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കിയോ, സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം, ദെൻ ടൈം ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ സ്പീഡ്. ഇവിടെ എത്രയാണ് മക്കളെ ഡിസ്പ്ലേസ്മെന്റ്? എൽ അല്ലേ? ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? എൽ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുമ്പോൾ വി ഡി ആണ്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കിട്ടിയത്? ടൈം ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഇതാണ് ഡിസ്പ്ലേസ് ചെയ്യുന്നത്, ബൈ വെലോസിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്ന് നമ്മൾ എടുത്തേക്കുന്നു. ഇനി നമുക്ക് വേണം ഇതിനകത്തുള്ള കറണ്ട് വേണം അല്ലേ? then we know that current എന്താ പഠിച്ചേക്കുന്നത്? I is equal to Q by T. I is equal to Q by T. ടോട്ടൽ ചാർജ് നിങ്ങൾ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. Q എന്താ? ALEN. T എന്താ? L by VD. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ഒരു സ്റ്റോറി പറയുവാൻ പോവുകയാണ്. എല്ലാവരും ഇൻട്രസ്റ്റ് അല്ലേ? നമുക്കൊരു കഥ കേൾക്കാം. എന്താ കഥ എന്ന് നോക്കിക്കോളൂ. ഇത് പഠിക്കുമ്പോൾ സാർ എന്തിനാ കഥ പറയുന്നത്? ഇരിക്കട്ടെ ഒരു കഥ. എന്താ കഥ? നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ അഡ്മിഷൻ കിട്ടി, നിങ്ങൾ അതായത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇത് കഴിഞ്ഞ് ബാംഗ്ലൂർ ജോലി കിട്ടി എന്ന് കരുതുക. അവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നീറ്റിന് ജോലി കിട്ടിപ്പോയി, അതായത് മെഡിസിന് പാസ്സായി പോയി എന്ന് കരുതുക. നിങ്ങൾ അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ട് കൂടി കിട്ടി. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. നിങ്ങൾ ഈ ഫ്രണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എപ്പോൾ ഫോണിൽ വിളിച്ചാലും ആ ഫ്രണ്ട് നിങ്ങളോട് ഫോൺ എടുത്തിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? സാധാരണ വിളിക്കുമ്പോൾ എന്താ പറയുന്നത്? ഞാനാണ് എന്നൊക്കെ പറയുമല്ലോ. ബട്ട് ഈ ഫ്രണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഫോൺ എടുക്കുമ്പോൾ പറയും, ഞാൻ അവനാടാ. ആരാ? ഞാൻ അവനാടാ. അപ്പൊ നമുക്ക് മനസ്സിലാവും അവനാണ് വിളിക്കുന്നത്, ഞാൻ അവനാടാ. ഇതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ നിങ്ങളുടെ ഈ ഫ്രണ്ട്, നിങ്ങൾ രണ്ടുപേര് താമസിക്കുന്നിടക്കിലേക്ക് നിങ്ങളുടെ കോളേജിൽ നിന്ന് ഒരു പുതിയ ഫ്രണ്ടിനെ കൂടി കിട്ടി. ആ ഫ്രണ്ടുമായിട്ട് നിങ്ങൾ നേരെ വരികയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ആദ്യത്തെ ഫ്രണ്ട് എക്സ് എന്ന് പറയുന്നു, രണ്ടാമത്തെ ഫ്രണ്ടിനെ നമ്മൾ വൈ എന്ന് വിളിക്കുന്നു. പക്ഷെ ഈ വൈയും നിങ്ങളുടെ എക്സ് ഫ്രണ്ടും തമ്മിൽ അത്ര സുഖമല്ല. എന്നാൽ നിങ്ങളും വൈയും തമ്മിൽ നല്ല കമ്പനിയാ. ക്ലിയർ ആണോ? നിങ്ങളുടെ അടുത്ത ഫ്രണ്ട് ആദ്യം വന്ന ആളാരാ? എക്സ്. വളരെ കൂട്ടാ. പക്ഷെ എക്സും വൈയും തമ്മിൽ ചേരത്തില്ല അല്ലേ? രണ്ടും പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് ഒരു ദിവസം ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി നിങ്ങൾ 3 പേരൂടെ കാറിൽ പോവുകയാണ്. അങ്ങനെ കാറിൽ പോയി ഫംഗ്ഷനൊക്കെ പങ്കെടുത്ത് തിരിച്ച് നിങ്ങളുടെ റൂമിൽ കൊണ്ടാക്കി. ബട്ട് നിങ്ങളുടെ ഫ്രണ്ട്, ഏത് ഫ്രണ്ട്? എക്സ് എന്ന് പറയുന്ന ഫ്രണ്ടും വൈ എന്ന് പറയുന്ന ഫ്രണ്ടും. അപ്പോൾ ഈ വൈ എന്ന് പറയുന്ന ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചിട്ട് പറയാണ്, ഒന്നിവിടം വരെ വരണം. എവിടെ? ട്രെയിനകത്ത് കയറി ചെല്ലണം. ഉടനെ നിങ്ങൾക്ക് തലവേദനയായിട്ട് നിങ്ങൾ റൂമിൽ പോയി നിങ്ങൾ എക്സ് എന്ന് പറയുന്ന ഫ്രണ്ടിനോടൊക്കെ പറയാണ്, എടാ ഈ വയ്യ ഒന്ന് നീ റെയിൽവേ സ്റ്റേഷന് വരെ കൊണ്ടാക്ക്. അപ്പോൾ എക്സ് പറയും, എന്നെ കൊണ്ട് പറ്റത്തൊന്നുമില്ല, അറിയാമല്ലോ ഞാൻ പണ്ട് മുതൽ ഇവനോട്ട് അത്ര സുഖത്തിലൊന്നുമല്ല. അങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ ബെഗ് ചെയ്തതുമായിട്ട് കേട്ടുകൊണ്ട് എക്സ് വൈയെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. പിറ്റേന്ന് രാവിലെ ഒരു ബ്രേക്കിംഗ് ന്യൂസ്, വൈയെ കാണാനില്ല. സംശയം വേണ്ട, എക്സ് ആയിരിക്കും പണിഞ്ഞത് അല്ലേ? എക്സിനെ നോക്കിയതോ, എക്സ് സ്ഥലം വിട്ട് കഴിഞ്ഞു. പോലീസുകാരെ പൊക്കി, നമ്മളെ പൊക്കി. കുറേ നാൾ നമ്മൾ ഇതിൻ്റെ പുറയിലിടന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോൾ വന്നു. ഫോൺ എടുത്തതും അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു വാക്ക്, എടാ ഞാൻ അവനാണ്. എന്താ? ഞാൻ അവനാണ്. വീണ്ടും ഇനി നമുക്ക് ഇതിലേക്ക് വരാം. എന്തിനാണെന്നല്ലേ? വെയിറ്റ് ചെയ്യും, ബാക്കി നമുക്ക് ക്ലൈമാക്സിലേക്ക് വരാം. I is equal to Q by T. എന്താണ് മക്കളെ Q is equal to ALEN by എന്താണ് മക്കളെ? അപ്പം ഐയുടെ വാല്യൂ Q ആദ്യം കൊടുത്തു. T എന്താണ്? L by VD. നോക്കേ, then I is equal to Q by T, ALEN by L by VD. ALEN into L by BD തിരിച്ചെഴുതാം. ഏതാ? VD ഡിവൈഡഡ് ബൈ L. ഈ എല്ലും കട്ടായില്ലേ? ബാക്കി നമുക്ക് കിട്ടിയ ഫോമുല നോക്കേ. I is equal to A ഞാൻ ആദ്യം എഴുതി, VD V suffix D ആണ്. VD രണ്ടാമത് എഴുതി, ചാർജ് ഓഫ് ഇലക്ട്രോൺ എഴുതി, N ഇലക്ട്രോൺ, അതായത് N നമ്പർ ഓഫ് ഇലക്ട്രോൺ. കിട്ടിയ ഫോമുല ഒന്ന് നോക്കേ. I is equal to A, D വളരെ ചെറുതാണ്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്, V എന്ന് വായിച്ചാൽ മതി. AVEN. I ഞാൻ, AVEN അവൻ. അപ്പോൾ മനസ്സിലായി, അവൻ ആ ഫോണിലൂടെ പറഞ്ഞത് മൊത്തം ഇതായിരുന്നു. എന്താ? റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്. ഞാൻ അവനാണ്. ഇനി മറക്കുമോ നിങ്ങൾ? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറണ്ട്? ഡ്രിഫ്റ്റ് വെലോസിറ്റി VD, കറണ്ട് I. അപ്പോൾ I ഞാൻ,
ഈസ് ഈക്വൽ ടു ഞാനാകുന്നു ആര്? അവൻ. ഞാൻ അവനാണ്. ഈ കഥയ്ക്കകത്ത് വലിയ കാര്യമൊന്നുമില്ല, ഓർത്തിരുന്നാൽ മാത്രം മതി. ഞാൻ അവനാണ്. ഇനി കഥയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ ഐ ഈസ് ഈക്വൽ ടു അവൻ. ഇത് കേട്ട ഉടനെ നിങ്ങൾ ചോദിച്ചു, നീ എവിടെ? എന്ത്? ഞാൻ ചോദിച്ചു. എന്ത് ചോദിച്ചു? നീ എവിടെ? ശരിയാണോ? NEAVD. അപ്പോൾ അങ്ങനെയും പറയാം. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ അവനാണ്. നമ്മൾ എന്ത് പറഞ്ഞു? ഞാൻ ചോദിച്ചു നീ എവിടെ? മറക്കുമോ? ഇല്ല. ഏതാണ് റിലേഷൻ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറന്റ്. ഐ ഈസ് ഈക്വൽ ടു അവൻ എന്ന് പറയുന്നത്. വൺസ് അഗൈൻ, ഇത് എക്സാമിന് 100% ഉറപ്പ് ക്വസ്റ്റ്യനിൽ ഒന്നാണ്. റൈറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറന്റ്. കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L, cross sectional area A, total number of electron N, charge of an electron E. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ കണ്ടക്ടർ ഏരിയ ഇൻറ്റു ലെങ്ത്. ഈ വോളിയത്തിൽ എത്ര ടോട്ടൽ ചാർജ്? ടോട്ടൽ ചാർജ് ഓഫ് ദിസ് വോളിയം അലൻ, ALEN. AL എന്താ മക്കളെ? വോളിയം. ഈ ചാർജ് N നമ്പർ ഓഫ് ഇലക്ട്രോൺ. അടുത്ത ചോദ്യം, ഒരെൻഡിലേക്ക് എത്തുന്ന ഇലക്ട്രോണിന് ഇതിലൂടെ ഇടിച്ചിടിച്ചിടിച്ചിടി ഈ എൻഡിൽ വരെ വരാൻ എത്ര സമയം വേണം? ടൈം ടേക്കൺ ബൈ ആൻ ഇലക്ട്രോൺ to travel from one end of the conductor to the other end of the conductor. ടൈമിനെ എങ്ങനെ പറയാം നമുക്ക്? T is equal to L/VD. അപ്പൊ ഇവിടെ എന്തൊക്കെ കിട്ടി? ചാർജ് ക്യൂവും കിട്ടി, ദെൻ ടൈമും കിട്ടി. എങ്കിൽ കറണ്ട് കാണണം. കറണ്ട് I is equal to Q/T. ക്യൂവിന് പകരം ALEN, ടൈമിന് പകരം L/VD. റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ALEN into VD/L. L കട്ടായി. ദെൻ വി ഗെറ്റ് I is equal to ആരാ? അവൻ. AVDEN. അല്ലെങ്കിൽ I is equal to നീ എവിടെ. ദാറ്റ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് കറന്റ്. ഓക്കെ മക്കളെ, നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ അറിയേണ്ട ഒരു കാര്യമാണ് റിലാക്സേഷൻ ടൈം. എന്ത് ടൈം? റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം എന്താണ്? ടോ എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ടോ എന്ന് പറയുന്ന സി പോലെ എഴുതി ഇങ്ങനെ കൊടുത്താൽ നമുക്കതിനെ ടോ എന്ന് വിളിക്കാം. അപ്പൊ റിലാക്സേഷൻ ടൈം എന്താണ്? ഒരു കണ്ടക്ടറിനെ സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സെല്ല് കൊടുക്കുന്ന ഫോഴ്സ് കൊണ്ട് ചാർജ് ഇതിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഇലക്ട്രോണുകൾ, ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ഇലക്ട്രോണുകൾ കണ്ടക്ടറിലെ ഫ്രീ ഇലക്ട്രോണുകളുമായിട്ട് കൊളൈഡ് ചെയ്യുകയും ആ ഇലക്ട്രോണുകൾ ഒരു സിക്സാഗ് വേയിലൂടെ മൂവ് ചെയ്യുകയും ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഒരു കൊളീഷൻ നടന്നു, രണ്ടാമത്തെ കൊളീഷനിലേക്ക് വരുന്നു. ഇങ്ങനെ രണ്ട് സക്സസീവ് കൊളീഷനിടയിൽ യഥാർത്ഥത്തിൽ ആ ഇലക്ട്രോൺ അല്പസമയം റിലാക്സ് ചെയ്യുകയാണ്. കയറി വന്ന ഇലക്ട്രോൺ അകത്തിരുന്ന ഒരു ഇലക്ട്രോണിനെ സ്ട്രൈക്ക് ചെയ്തു. ഇടിക്കൊണ്ട് ഇലക്ട്രോൺ അടുത്ത ഇലക്ട്രോണിനെ സ്ട്രൈക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ദർ ഈസ് എ സ്മാൾ ടൈം ഇന്റർവൽ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ടൈമുകളുടെ എല്ലാം ആവറേജിനെ നമുക്ക് എന്ത് വിളിക്കാം? റിലാക്സേഷൻ ടൈം. ദ ആവറേജ് ടൈം ഇന്റർവൽ ബിറ്റ്വീൻ two successive collisions of electrons inside the conductor that is called relaxation time. എന്താണ്? The average time interval between two successive collisions of electrons in the conductor is called relaxation time. എന്താണ് മക്കളെ? The average time interval between എങ്ങനെ? two successive collision of electrons inside the conductor, inside the atom of the conductor or inside the conductor is called relaxation time. എന്താണ്? The average time interval between two successive collisions of electrons inside the atom of the conductor or inside the conductor is called relaxation time. ഒന്ന് നോക്കിയേ മക്കളെ, ദാ ഇവിടേക്ക് വന്ന ഇലക്ട്രോൺ ആദ്യം ഒരു ഇലക്ട്രോണിലേക്ക് സ്ട്രൈക്ക് ചെയ്തു, രണ്ടാമത്തേലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നില്ലേ? ഇലക്ട്രിക് ചാർജ് കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇതിലിരിക്കുന്ന ഇലക്ട്രിക് ചാർജ് കാരണം ഒരു ഫോഴ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചോ ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ചാർജ് into electric field. E is the electric field, Q is the charge. ഇവിടെ ചാർജ് ചെയ്ത ഇലക്ട്രോണുകളാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് then E അങ്ങനെ തന്നെ കൊടുക്കാം. then charge means minus electron. അപ്പോൾ that is negative E into E എന്ന് വിളിക്കാം. മനസ്സിലായോ?
ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഇ ക്യൂ. ഇ ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ചാർജ് നെഗറ്റീവ്, അതായത് ഇലക്ട്രോൺ ആണ്. നെഗറ്റീവ് ഇ എന്ന് നമുക്ക് വിളിക്കാം. ആരെ? അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ, അല്ലെ? ഇനി അല്ലാതെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഒന്ന് കണ്ടുപിടിച്ച്. ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു എന്താ? എഫ് ബൈ എം. ഇവിടെ എഫിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താ? നെഗറ്റീവ് ഇ ആണ്. നെഗറ്റീവ് ഇ ഡിവൈഡഡ് ബൈ മാസ് എം ഈസ് ദ ആക്സിലറേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ ആദ്യം എന്താണ്? ഫോഴ്സ് ആണ്. ആ ഫോഴ്സിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് വന്നു? ആക്സിലറേഷനിലേക്ക് വന്നു. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇ ബൈ എം. എങ്ങനെ കിട്ടി? വി ഹാവ് എഫ് ഈസ് ഈക്വൽ ടു ഇ ക്യൂ, ദെൻ ഇ ഇൻറ്റു നെഗറ്റീവ് ഇ. നെഗറ്റീവ് ഇ ഇൻറ്റു ഇ ഈസ് ദ ഫോഴ്സ്, ബട്ട് വി നോ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു ma. Therefore acceleration A is equal to F by m. F എന്താ? ഫോഴ്സ് എന്താ? തൊട്ട് മുന്നേ കിട്ടിയില്ലേ? നെഗറ്റീവ് ഇ ഇൻറ്റു ഇ ബൈ എം എന്ന് കിട്ടി. അപ്പോൾ ആക്സിലറേഷൻ കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? വെലോസിറ്റി ഇസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പഠിച്ചു. ശരിയല്ലേ? ബിക്കോസ് വി ഹാവ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം ആണ്. എങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ആക്സിലറേഷൻ ഇൻറ്റു ടൈം. എന്താണ് മക്കളെ ഇവിടെ ആക്സിലറേഷൻ? നെഗറ്റീവ് ഇ ബൈ എം അല്ലേ? നെഗറ്റീവ് ഇ ബൈ എം ഏതിന് പകരം? ആക്സിലറേഷന് പകരം. എന്താണ്? എ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇ ബൈ എം ഇൻറ്റു ടൈം. ഇവിടുത്തെ ടൈം, രണ്ട് സക്സസീവ് കൊളീഷന് ഇടയിലുള്ള ടൈം. അപ്പോൾ ടൈം ടി ആദ്യം കൊടുക്കാം. നമുക്കറിയാം ആ ടൈമിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? റിലാക്സേഷൻ ടൈം ടോ എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ വി, ഏത് വി? ഇവിടുത്തെ വി എന്തായിരിക്കും? അത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഇ ഇൻറ്റു ക്യാപിറ്റൽ ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് നമുക്ക് കിട്ടി. സോ വി ഗെറ്റ് എ റിലേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി വിത്ത് റിലാക്സേഷൻ ടൈം. ഏതാണ് ആ ഫോർമുല? ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈസ് ഈക്വൽ ടു ഇലക്ട്രോണിന്റെ ചാർജ്, അതായത് നെഗറ്റീവ് ഇ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ബൈ മാസ് ഓഫ് ദി ഇലക്ട്രോൺ ഇൻറ്റു റിലാക്സേഷൻ ടൈം. യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ ചാർജ് 1.6 into 10⁻⁻⁹ കോൺസ്റ്റന്റ് അല്ലേ? അതെ. then mass of the electron constant അല്ലേ? അതെ. അതായത് mass of the electron എത്ര? 9.1. മറക്കരുത്, mass of the electron 9.1 into 10⁻⁻31 kilogram. Charge of the electron 1.6 into 10⁻⁻19. then charge കൂളം. then ഇത്രയാണ്. അപ്പൊ ഇത് രണ്ടും കോൺസ്റ്റന്റാലിറ്റി. ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സെല്ലിനെ അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് എന്താ? അത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വന്നാൽ we can say that drift velocity is directly proportional to റിലാക്സേഷൻ ടൈം ആണെന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? റിലാക്സേഷൻ ടൈം. അപ്പൊ റിലാക്സേഷൻ ടൈം കൂടിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടും എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? once again, what do you mean by relaxation time? Relaxation time is the average time interval between two successive collisions of electrons inside the conductor. Then we have force F is equal to electric field into charge, that is E into negative E or negative E into E. We have F is equal to ma. അതിൽ നിന്നും A is equal to F by m. ആൾറെഡി F കണ്ടുപിടിച്ചു. നെഗറ്റീവ് E into E by m എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്തിലേക്ക് പോകുന്നു? വെലോസിറ്റിയിലേക്ക് പോകുന്നു. We have velocity V is equal to acceleration into time. ആക്സിലറേഷൻ വാല്യൂ ആൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പം അത് ഇൻറ്റു ടൈം ടി എന്നെടുത്തോ. ടൈം ടി ഇവിടെ എന്താണ്? റിലാക്സേഷൻ ടൈം ആണ് അല്ലേ? ടോയാണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഡി is equal to നെഗറ്റീവ് ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് നമുക്ക് കിട്ടുന്നു. ഇതെല്ലാം കോൺസ്റ്റന്റാലിറ്റി ആയാൽ, ഏതൊക്കെ? ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇലക്ട്രിക് ഫീൽഡ്, ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കകത്ത് മാസും കൂടി കോൺസ്റ്റന്റ് ആയാൽ, ഇ ബൈ എം കോൺസ്റ്റന്റ് ആയാൽ, ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ, ഇലക്ട്രിക് ഫീൽഡ്, മാസ് ഓഫ് ദി ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആയാൽ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിലാക്സേഷൻ ടൈം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോഴ്സിന്റെ ഇക്വേഷൻസ് ആണ്. ഫോഴ്സ് F is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ചാർജ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിൽ നിന്നും ഇലക്ട്രോൺ ആയതുകൊണ്ട് മൈനസ് ചാർജ് ഇലക്ട്രോൺ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞു. അതിൽ നിന്നും F is equal to ma എന്ന് പറയുന്ന ഫോർമുലയിൽ A is equal to F by m ആണെന്ന് നമ്മൾ പറഞ്ഞു. എഫിന് പകരം നെഗറ്റീവ് ഇ ഇൻറ്റു ഇ ബൈ എം എന്ന് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം, അഥവാ നെഗറ്റീവ് ഇ ബൈ എം ഇൻറ്റു ടോ. ഇതുവരെ നമ്മൾ പറഞ്ഞു.
അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുലയും നമുക്ക് കിട്ടി. ബട്ട് വി നോ ദാറ്റ് കറണ്ട് I is equal to, പഠിച്ചത് ഓർമ്മയില്ലേ മക്കളെ? I is equal to അവൻ, ഞാൻ അവനാണ്, നീ എവിടെ, ഞാൻ ചോദിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് I is equal to ഞാൻ അവനാണ്, AVDEN. ഓക്കെ, അവിടെ VD, ഇവിടെ VD നെഗറ്റീവ് ഇലക്ട്രോണിനെ സൂചിപ്പിക്കാനാണ്, അതുകൊണ്ട് നെഗറ്റീവ് സൈൻ കൊടുക്കണമെന്നില്ല. I is equal to A into VDക്ക് പകരം ഇത് കൊടുത്തൂടെ, ഏത് കൊടുത്തൂടെ? E into E by M into τ ഇൻറ്റു ബാക്കി ആരുണ്ട് ഇവിടെ? ഇത് ഇത്രയും ഏതിന് പകരം വന്നതാ? ഒള്ളി VDയുടെ വാല്യൂ ആ, ഇൻറ്റു EN. ശരിയല്ലേ? സോ വി ഹാവ് കറണ്ട് I is equal to AVDEN. But we have ഏതാണ് ഫോർമുല? VD is equal to EE by M into τ ആണ്. അപ്പോൾ ഈ VDയുടെ വാല്യൂവിനെ ഈ VDക്ക് പകരം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? I is equal to A into VDക്ക് പകരം EE by M into τ. ബാക്കി എന്തുണ്ട് മക്കളെ? ഒരു E into N ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഈകൾ ചേർന്നുകൊണ്ട് E സ്ക്വയർ ആയിട്ട് മാറി. Then we get the formula A E സ്ക്വയർ, ഏത്? A E into E സ്ക്വയർ N E τ, N E അത് ക്യാപിറ്റൽ E, N ക്യാപിറ്റൽ E into τ. ശരിയാണോ നോക്കേ? A E into E സ്ക്വയർ N, ഇനിതാ ഈ നിൽക്കുന്ന N ക്യാപിറ്റൽ E into τ by M എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ കറണ്ടിന്റെ ഫോർമുല കിട്ടി. A E സ്ക്വയർ N E into τ by M. A E into E സ്ക്വയർ N E τ by M is the current. ഇനി ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു കാര്യം പറയാനുണ്ട്. കറണ്ട് ഡെൻസിറ്റി. എന്താ കറണ്ട് ഡെൻസിറ്റി? ഒരു കണ്ടക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുക, അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എടുക്കുക. എന്തെടുക്കുക? ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിലൂടെ എത്ര കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്? സോ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ, ദാറ്റ് ഈസ് കാൾഡ് കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ എന്താണ് കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്? കറണ്ട് ഡെൻസിറ്റി J is equal to current flowing per unit area. Current flowing per unit area is called current density. So current density J is equal to I divided by A എന്ന് എഴുതിയാൽ, J is equal to I divided by A എന്ന് എഴുതിയാൽ, അതിനു മുന്നേ current density ഒന്നുകൂടെ അറിയുക. Current density is the ratio between current flowing per unit area. Current density is the current flowing per unit area. അങ്ങനെയാണെങ്കിൽ ഒരു സംശയം, കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെ തന്നെയാണ്, ബട്ട് ഈ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്താലോ? ദാറ്റ് മീൻസ് മക്കളെ നോക്കിക്കോളൂ, ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ ഇങ്ങനെ എടുത്തിരിക്കുന്നു. ഇതാണ് ഇതിന്റെ ഏരിയ വരുന്നത്. കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. then it makes an angle theta. അവിടെ നമ്മൾ എടുക്കുമ്പോൾ J is equal to കറണ്ട് ഡിവൈഡഡ് ബൈ A, അതായത് കറണ്ട് ഏരിയയുടെ ഡയറക്ഷനെ നേരെ എടുക്കുമ്പോൾ A cos theta എന്ന് കിട്ടും. അപ്പോൾ ഒരു ഫോർമുല കറണ്ട് ഡെൻസിറ്റി is equal to കറണ്ട് I divided by A cos theta എന്നുകൂടിയുണ്ട് അക്കോർഡിംഗ് ടു ദിസ് പിക്ചർ. എന്തുകൊണ്ട്? ഇങ്ങനെ തന്നെയാണെങ്കിൽ കറണ്ടും ഈ സർഫസിന്റെ നോർമലും, ഇത് ഏരിയ, ആ ഏരിയയും ഇതിന്റെ നോർമലിനെ എടുക്കുകയാണെങ്കിൽ ദെൻ ഏരിയയുടെ നോർമലും കറണ്ടും ഒരേ ഡയറക്ഷൻ അല്ലേ? അതായത് നമ്മൾ കണ്ടക്ടറിനെ കൺസിഡർ ചെയ്തിരിക്കുന്നു. കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയയുടെ നോർമലും കറണ്ട് വരുന്നതും ഒരേപോലെ തന്നെയാണെങ്കിൽ കറണ്ട് ആൻഡ് നോർമൽ ഓഫ് ദി ഏരിയ ആർ പാരലൽ. തീറ്റയുടെ വാല്യൂ 0 അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും തീറ്റ 0. എന്തുകൊണ്ട് 0 ആയി? ഈ ക്രോസ് സെക്ഷണൽ ഏരിയയുടെ പെർപെൻഡിക്കുലർ നോർമൽ, കറണ്ട് പോകുന്നതും അങ്ങനെ തന്നെ. അപ്പൊ കറണ്ടും നോർമലും പാരലൽ ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ 0. കോസ് തീറ്റ, ഈ കോസ് 0 എത്ര? 1. അപ്പോൾ ഫോർമുല എന്താ കിട്ടുക? J is equal to I by A എന്ന് തന്നെ കിട്ടും. ശരിയല്ലേ? യെസ്. അപ്പോൾ ഓർത്തിരുന്നോണം, ഇങ്ങനെ കൂടി ഒരു ഫോർമുലയുണ്ട്. J is equal to I divided by A cos theta. അപ്പൊ J is equal to I divided by A. What is the value of I? Already find out ചെയ്തു. എന്താ? I is equal to A E square N E into τ divided by M എന്ന് കിട്ടും അല്ലേ? J is equal to I divided by A.
എയുടെ ഐയുടെ വാല്യൂ എന്താ ദേ കിട്ടിയത് എ ഇ സ്ക്വയർ എൻ ഇ ടോ ബൈ എം എന്നാണ്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ എന്ത് വരണം ഏരിയ വരണം. അപ്പൊ ഈ രണ്ട് ഏരിയ കട്ടാവില്ലേ കട്ടായി. ഫൈനലി നമുക്ക് അപ്പോൾ കറണ്ട് ഡെൻസിറ്റിക്ക് എന്ത് ഫോമിൽ കിട്ടി കറണ്ട് ഡെൻസിറ്റി J is equal to നോക്കിക്കോളൂ then E square n E tau by m E square n into E tau divided by m is the current density. അപ്പോൾ എന്താ current density? The current flowing per unit area of a conductor is called current density. What do you mean by current density? The current flowing per unit area of a conductor is called current density. What do you mean by current density? The current flowing per unit area of a conductor is called current density. എന്താണ് ഫോർമുല? current density J is equal to current by area. അല്ലെങ്കിൽ J is equal to I divided by A cos theta. ഇങ്ങനെ ഒരു കേസിൽ I അതായത് കറന്റ് ആൻഡ് നോർമൽ ആർ പാരലൽ തീറ്റയുടെ വാല്യൂ 0 അല്ലേ? 0 ആണെങ്കിൽ നമുക്ക് J is equal to I by A എന്ന് തന്നെ കിട്ടും. അതർവൈസ് യു ക്യാൻ റൈറ്റ് ദ ഫോർമുല J is equal to I by A cos theta. Then അത് കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യങ്ങളാണ്. We have F is equal to EQ is equal to minus E into E. Then A acceleration is equal to F by m is equal to minus E by m. But drift velocity VD is equal to negative E by m into tau. Then we have current I is equal to AVD EN. I is equal to A into VD. അതിന് പകരമുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ നമുക്ക് കിട്ടി കറണ്ട് I is equal to AE square n E tau by m എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്താണെന്ന് പറയുന്നു. കറണ്ട് ഡെൻസിറ്റിയുടെ ഫോർമുലയിലേക്ക് ഈ കറണ്ടിന്റെ വാല്യൂ കാരണം എന്താ J is equal to we have J is equal to I by A അല്ലേ മക്കളെ. ആ ഐയുടെ വാല്യൂ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുള്ളത് കൊണ്ട് ആ ഐയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ കട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ വാല്യൂ എന്തായിട്ട് കിട്ടിയത് E സ്ക്വയർ n E tau by m എന്ന് കിട്ടിയത്. ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് പഠിക്കാം. എന്താണെന്ന് അറിയാമോ? കറണ്ട് ഡെൻസിറ്റി is equal to then conductivity into electric field. ഇങ്ങനെ ഒരു ഫോർമുല കൂടിയുണ്ട്. കറണ്ട് ഡെൻസിറ്റി is equal to then current density is equal to the conductivity sigma ara conductivity എന്താ അത് reciprocal of resistivity. അപ്പൊ conductivity in the electric field അങ്ങനെയാണെങ്കിൽ ഇവിടെ J യുടെ വാല്യൂ ദാ ഇതല്ലേ ഏതല്ലേ ദായി കിട്ടിയേക്കുന്നല്ലേ യെസ്. അപ്പൊ ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് ഒരു ഫോർമുല വേണമെങ്കിൽ കൊടുത്തൂടെ. അതായത് കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു J ഡിവൈഡഡ് ബൈ E ആണ്. എങ്കിൽ കണ്ടക്ടിവിറ്റി സിഗ്മ ഈസ് ഈക്വൽ ടു J എന്ന് വെച്ചാൽ ഏതാ E സ്ക്വയർ n E tau by m ആണ്. ഏതാ E സ്ക്വയർ n E into tau by m ഡിവൈഡഡ് ബൈ ഏത് വരണം ഈ കൂടി വരണം. രണ്ട് ഈ കട്ടായി പോകത്തില്ലേ. then we get a conductivity is equal to E square n into tau divided by m. Another formula conductivity sigma is equal to E square n into tau by m. ഓക്കെ ആണോ? കുറേ ഫോർമുലാസിന്റെ ഒരു കളിയല്ലേ. ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലം ചെയ്യാൻ ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇത് നമ്മൾക്ക് ഫോക്കസ് ഏരിയയും ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ചെയ്യാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ഒരു പാർട്ടാണ്. കറണ്ട് ഡെൻസിറ്റി ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് ഫ്ലോയിങ് പെർ യൂണിറ്റ് ഏരിയ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? J is equal to E square n E tau by m എന്ന് എഴുതാം. കറണ്ട് ഡെൻസിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു E square n into tau by m. ഓക്കെ ആണല്ലോ. ദെൻ ഇനി അടുത്ത് നമ്മൾ പോകുന്ന കേസ് എന്താണ്? The relation between drift velocity and electric field. എന്താണ് relation between drift velocity and electric field? ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എന്താണ് ആ റിലേഷൻ? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റാലിറ്റി ആണ്. എന്താണ് സാർ ഇത്? അങ്ങോട്ട് ക്ലിയർ അല്ല സാർ. ഒന്നുമില്ല. ഒരു കണ്ടക്ടറിനെ നമ്മൾ എടുത്തോ, അതിനെ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് ടു നെഗറ്റീവിലേക്ക് കണ്ടക്ടറിലൂടെ ആരുണ്ടായി? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായി. ശരിയല്ലേ? അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എതിരായിട്ടല്ലേ ഇലക്ട്രോണുകൾ കണ്ടിന്യൂസ് ആയിട്ട് സിഗ്സാഗ് വേയിൽ മൂവ് ചെയ്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നത്? അതെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി അതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി കൂടണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൂടണം.
ക്ലിയർ ആണോ? അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ എന്താ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് നമുക്ക് പറയാം. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് മക്കളെ? ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണെങ്കിൽ ഈക്വൽ ടു സൈൻ ഇട്ടാൽ അവിടെ ഒരു കോൺസ്റ്റന്റാലിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദേ ആരാ? യു പോലെ എഴുതി അതിനൊരു ടെയിൽ വരച്ചാൽ അതിനെ നമ്മൾ പറയുന്ന പേരെന്താ? മ്യൂ എന്നാണ്. എന്താണ്? മ്യൂ എന്നാണ്. അപ്പോൾ ഇവിടെ വി ഡി ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഇ എന്ന് കിട്ടി. അപ്പോൾ ആരാണ് സാർ ഈ മ്യൂ? ഈ മ്യൂ എന്ന് പറയുന്ന ആളിനെ വിളിക്കുന്ന ഓമന പേരാണ് മൊബിലിറ്റി. എന്താണ്? മൊബിലിറ്റി. അപ്പോൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ എന്താണ് എന്ന് ചോദിച്ചാൽ മ്യൂ അല്ലേ വേണ്ടത്? വി ഡി ബൈ ഇ എന്ന് പറയണം. എന്ന് വെച്ചാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയണം. അപ്പോൾ മനസ്സിലായി സാർ എന്താണ് ഈ മൊബിലിറ്റി എന്ന് പറയുന്നത്? എന്താ? ഒരു കണ്ടക്ടറിലൂടെ എത്രമാത്രമാണോ ഇലക്ട്രോണിന് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകുന്നത് പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ എത്ര ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകും? എന്താണ്? ഒരു യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിൽ എത്ര ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാകും? അതിനെ വിളിക്കുന്ന പേരാണ് മൊബിലിറ്റി. അപ്പോൾ എന്താ മൊബിലിറ്റി? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോൺ പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതിനെ എന്ത് വിളിക്കാം? മൊബിലിറ്റി എന്ന് വിളിക്കാം. അപ്പം മൊബിലിറ്റി ഇവിടെ എങ്ങനെ പറയാം നമുക്ക്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. Drift velocity is equal to mu into electric field, where mu is a constantality which is called mobility. Mobility mu is equal to Vd by E എന്ന് പറയാം. ഓക്കെ ആണല്ലോ? സോ ഇനി ഇതിന്റെ യൂണിറ്റുകൾ കൂടി എഴുതിക്കോണം. വെലോസിറ്റി അത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ്. ബൈ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചേക്കുന്ന എഫ് ഈസ് ഈക്വൽ ടു ഇ ക്യൂയിലെ ഇ ഈസ് ഈക്വൽ ടു എഫ് ബൈ ക്യൂ എന്ന് എടുത്താൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ചാർജിന്റെ യൂണിറ്റ് കൂളം. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ന്യൂട്ടൺ പെർ കൂളം എന്ന് പറയാം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ബൈ ന്യൂട്ടൺ പെർ കൂളം, കൂളം ബർ ന്യൂട്ടൺ എന്നെടുക്കാം. അപ്പൊ മീറ്റർ കൂളം ബൈ ന്യൂട്ടൺ സെക്കൻഡ്, മീറ്റർ കൂളം ബൈ ന്യൂട്ടൺ സെക്കൻഡ്. meter coulomb, Newton raised to -1, second raised to -1 is the unit of mobility. Okay ആണോ മക്കളെ? എന്താണ് ഇപ്പൊ മൊബിലിറ്റി എന്ന് പറയുന്നത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ അല്ലേ? ഇനി ക്ലിയർ അല്ലേ? എപ്പോ വിളിച്ചു ചോദിച്ചാലും പറയുമല്ലോ മൊബിലിറ്റി എന്താണെന്നുള്ളത്. എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് അറിയാൻ സാറേ ഞങ്ങൾക്ക് ഇതല്ലേ പറയുന്നത്? യെസ്, ദാറ്റ് ഈസ് mu is equal to Vd by E എന്ന് പറയാം. ദെൻ അതിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചു. ഓക്കെ.